നമ്മുടെ ചുറ്റും ഒരുപാട് കുട്ടികൾക്ക് UPSCയുടെ IAS എക്സാമിനേഷൻ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു കളക്ടർ ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിൽ എത്ര പേര് അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്താനും അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിക്കാനും റെഡിയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് അക്കാഡമീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്യും, നമ്മൾ ഫുൾ പൈസ പേ ചെയ്യും, നമ്മൾ ജോയിൻ ചെയ്ത് ഏകദേശം പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഡ്രോപ്പ് ചെയ്യുന്നൊരവസ്ഥ നമുക്ക് കാണാറുണ്ട്. അല്ലെങ്കിൽ ഒരു 3-4 മാസം കഴിയുമ്പോഴേക്ക് ഇതിനുള്ള ഇൻട്രസ്റ്റ് ഇങ്ങനെ പോകുന്നൊരവസ്ഥ നമുക്ക് കാണാറുണ്ട്. ചില സമയങ്ങളിലാണെങ്കിൽ ഒരു 3-4 മാസം അവർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും, അതിനുശേഷം ഓക്കെ ഇനിയിപ്പോൾ സെൽഫ് സ്റ്റഡി മതി, ഞാൻ തന്നെ പഠിച്ചോളാം എന്നുള്ള മോഡിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്രയും പൈസ കൊണ്ടുപോയിട്ട് അവിടെ പേ ചെയ്തെന്നുള്ളൊരു ചോദ്യമാണ്. അപ്പം ഇങ്ങനെ ഒക്കെ ചെയ്യുന്നതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ എക്സാമിനേഷനെ പറ്റിയിട്ട് മുൻകൂട്ടി അറിയാത്തത് കൊണ്ടാണ്. എന്താണ് ഈ എക്സാമിനേഷൻ എന്നും എന്തൊക്കെ ഇതിനകത്ത് പഠിക്കാനുണ്ടെന്നും എത്ര വാസ്റ്റ് ആണെന്നും അല്ലെങ്കിൽ ഏതൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ എടുത്തു ചാടി എന്തെങ്കിലും പ്രോഗ്രാമിൽ പോയി ജോയിൻ ചെയ്യുകയും പിന്നീട് ഇത് കണ്ടിന്യൂ ചെയ്യാതെ വരികയും ചെയ്യുന്നത്. അപ്പം കണ്ടിന്യൂ ചെയ്യാതെ വരുമ്പോൾ ഒരുപാട് നഷ്ടമാണ്. ഒന്ന് നിങ്ങളുടെ സമയം നഷ്ടമാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ പണം വലിയൊരു രീതിയിൽ നഷ്ടമാണ്, നിങ്ങളുടെ എനർജി നഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നഷ്ടത്തിന്റെ പട്ടികയിലേക്ക് പോകും. അപ്പം അതിന് പകരമായിട്ട് എന്നോട് പല ആളുകൾ ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ആണ്. അതായത് നമ്മളൊരു എക്സ്പീരിയൻസ് കൊടുക്കണം കുട്ടികൾക്ക്. IAS എക്സാമിനേഷൻ എന്താണെന്ന്, ഇതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എക്സ്പീരിയൻസ് കൊടുക്കണം. അപ്പോൾ എന്താണ് എക്സ്പീരിയൻസ്, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് IAS ഡ്രീം എക്സ്പീരിയൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ തയ്യാറാക്കുകയും അത് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിലേക്ക് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുകയും അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, സർ ഞാൻ ഇതിൽ ജോയിൻ ചെയ്തില്ലായിരുന്നില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വലിയ എമൗണ്ട് കൊടുത്ത് ഞാൻ ചിലപ്പം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നേനെ. പക്ഷെ ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി ഇത് എന്താണ്, എക്സാമിനേഷനെ മുൻകൂട്ടി അറിയാനും എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കാനും ഓക്കെ അതിനനുസരിച്ച് അവർക്ക് മനസ്സിനെ പ്രിപ്പയർ ചെയ്യാനും അവർക്ക് കൃത്യമായിട്ട് ഇതിന്റെ വലിയ ഒരു 1 ഇയർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ്. കുറെ കുട്ടികൾ അത് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. കാരണം ഇത് എന്നെ കൊണ്ട് പറ്റില്ല, ഇത്രയൊന്നും പഠിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കുട്ടികൾ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. സോ അങ്ങനെ ഒരു പ്രോഗ്രാം ഇനീഷ്യേറ്റീവ് നമ്മൾ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു IPM-IAS അക്കാഡമി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഞാൻ എൻ്റെ മനസ്സിൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് IAS ഡ്രീം എക്സ്പീരിയൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മളുടെ ബയോയിലുണ്ട്, നിങ്ങൾക്ക് ബയോയിൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. IAS ഡ്രീം എക്സ്പീരിയൻസ് പ്രോഗ്രാം 3000 രൂപയാണ്. 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ആ കോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ 3 മാസം നിങ്ങൾക്ക് ഫുൾ പ്രോഗ്രാം അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് എക്സ്പീരിയൻസ് എന്താണ് ഈ എക്സാമിനേഷൻ, എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ടൊരു ഡിസിഷൻ എടുക്കുക. ഓക്കെ ഇതെനിക്ക് പറ്റിയതാണോ, ഓക്കെ പറ്റിയതാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ഫോർ എ 1 ഇയർ പ്രോഗ്രാം. ഓക്കെ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. എക്സ്പീരിയൻസ് ഇറ്റ് ഫസ്റ്റ്, okay then you join for the program.